സഭയുടെ പാരമ്പര്യം അനുസരിച്ച് അന്നയും യോവാക്യമുമാണ് മറിയത്തിന്റെ മാതാപിതാക്കൾ. അന്ന വന്ധ്യയായിരുന്നു. ജെറുസലേം ദേവാലയത്തിൽ സങ്കടത്തോടെ പ്രാർത്ഥിക്കാൻ പോയ യോവാക്യമിനോട് പുരോഹിതൻ ചോദിച്ചു, നീ എന്തിനാണ് ബലിയർപ്പിക്കുന്നത്? ദൈവം നിന്നിൽ സംപ്രീതനല്ലെന്ന് നിനക്ക് അറിഞ്ഞുകൂടെ? ഇത് കേട്ട് ദേവാലയത്തിൽ നിന്നിറങ്ങിയ യോവാക്യം ഒരു മലമുകളിൽ പോയി താമസിച്ചു. തന്റെ ഭർത്താവിനെ കാണാതെ അന്വേഷിച്ച അന്നയോട് ജനങ്ങൾ ദേവാലയത്തിൽ നടന്ന കാര്യങ്ങൾ പറഞ്ഞു. മാത്രമല്ല, തനിക്ക് കുഞ്ഞുണ്ടാകാത്തത് ദൈവത്തിന്റെ ശാപമാണെന്നും ജനങ്ങൾ അവളെ പറഞ്ഞ് കുറ്റപ്പെടുത്തുകയും പരിഹസിക്കുകയും ചെയ്തു. ഇങ്ങനെ ഭർത്താവിനെ കാണാതായ ദുഃഖവും ജനങ്ങളിലെ പരിഹാസവും കൊണ്ട് മടുത്ത അന്നയുടെ അടുത്തേക്ക് ദൈവത്താൽ ഗബ്രിയേൽ ദേവദൂതൻ അയക്കപ്പെട്ടു. ദൂതൻ അവളോട് ഇപ്രകാരം പറഞ്ഞു, നിങ്ങൾ ദൈവത്താൽ തിരസ്കരിക്കപ്പെട്ടവരല്ല, മറിച്ച് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. കാരണം യുഗങ്ങളിലെ പ്രത്യാശയായ മിശിഹായ്ക്ക് ജന്മം നൽകാനുള്ള സ്ത്രീയുടെ അമ്മയാകേണ്ടവളാണ് നീ. ദൂതൻ അവളോട് പറഞ്ഞു, നീ ദേവാലയത്തേക്ക് പോവുക, അവിടെ നീ നിന്റെ ഭർത്താവിനെ കണ്ടെത്തും. അവൾ ദേവാലയത്തേക്ക് പോകുന്ന സമയത്ത് ദൂതൻ യോവാക്യമിനോട് പറഞ്ഞു, നീ വിഷമിക്കേണ്ട, നിനക്ക് ഞാൻ ഒരു മകളെ തരും. അവളെ നീ എനിക്ക് ദേവാലയത്തിൽ കാഴ്ചയർപ്പിക്കണം. അതനുസരിച്ച് യോവാക്യം ദേവാലയത്തിലേക്ക് പോയി. അവിടെ വെച്ച് അവൻ അന്നയെ കണ്ടുമുട്ടി. ദൈവം പ്രത്യേകമായി തെരഞ്ഞെടുത്ത അന്ന യോവാക്യം ദമ്പതികളിൽ നിന്നും കന്യകാമറിയം ജനിച്ചു. ആഗോള കത്തോലിക്ക സഭ ഡിസംബർ 8-ാം തീയതി മാതാവിന്റെ അമലോത്ഭവ തിരുനാളും അതിനുശേഷം 9 മാസങ്ങൾക്ക് ശേഷം സെപ്റ്റംബർ 8-ാം തീയതി മാതാവിന്റെ ജനന തിരുനാളും ആചരിക്കുന്നു. ഏവർക്കും മാതാവിന്റെ ജനന തിരുനാളിന്റെ മംഗളങ്ങൾ നേരുന്നു.